ഉയർന്നിരിക്കുന്നു. 4 സീറ്റിൽ ലീഡ് ഉയർത്തിയായിരുന്നു. ഇപ്പോൾ ഒരു സീറ്റിൽ കൂടി വന്നിരിക്കുന്നു. അങ്ങനെ 95 സീറ്റിൽ ലീഡ് ഉയർത്തുകയാണ് UDF. LDF 44 സീറ്റിലേക്ക് പോകുന്നു. NDA ഒരു സീറ്റിലേക്ക് നമ്മൾ 5 സീറ്റുകൾ അതെ അത് എനിക്ക് തോന്നുന്നു നിയമം മാത്രമാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ട് പാലക്കാട് പോയി തിരുവല്ലയും പോയിട്ടുണ്ടാകും. അവിടെ തൃശ്ശൂർ നോക്കാം. തൃശ്ശൂരും അവിടെ 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ രാജൻ കെ പല്ലൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു മാർജിനിൽ തന്നെയാണ് 7781 വോട്ടുകൾക്ക് 7 റൗണ്ട്. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. അവിടെ രാജൻ കെ പല്ലൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂർ UDF സ്വന്തം എന്ന് തന്നെ പ്രഖ്യാപിക്കാൻ സമയമായില്ല. 7 റൗണ്ട് ആയിട്ടുള്ളൂ. ഇനി അത്ഭുതം സംഭവിക്കുമോ അത്ഭുതം സംഭവിക്കുമോ അത്ഭുതമൊന്നുമില്ല. തൃശ്ശൂർ രണ്ടാം സ്ഥാനം മാർക്കുന്നുള്ളതാണ്. അതെ, രണ്ടാം സ്ഥാനം ആർക്കുന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എറണാകുളത്തൊക്കെ ശക്തമായിട്ടുള്ള മത്സരം, ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെ UDF സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുന്നുണ്ട്. ദേവികുളത്തെ F രാജയുടെ ഭൂരിപക്ഷത്തിൽ മാത്രം അല്പം ഒരു ആശങ്കയുണ്ട്. 498 വോട്ടുകൾ മാത്രമാണ് F രാജ UDFന്റെ സ്ഥാനാർത്ഥി അവിടെയുള്ളത്. ഇടുക്കിയിൽ നിലവിൽ ഒരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. കോട്ടയത്തൊക്കെ 7000-ഓളം വോട്ട്. പുതുപ്പള്ളി ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 17,000-ഓളം എത്തിയിരിക്കുന്നു. അതിന് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളി ജയിച്ചിരിക്കുന്നത് ആദ്യത്തെ വിജയം ഉറപ്പിക്കുന്ന സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മനായിരിക്കും. കാഞ്ഞിരപ്പള്ളിയാണ് കോൺഗ്രസിന് ഒരു മധുരപ്രതികാരം. 1254 വോട്ടുകൾക്ക് കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി മുന്നിൽ നിൽക്കുകയാണ്. 3-ാം സ്ഥാനത്തേക്കാണ് അവിടെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജോർജ് കുര്യൻ പോകുന്നത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 1826 വോട്ടുകൾ. ആലപ്പുഴയിൽ AD തോമസ് KSU നേതാവ് 4281 വോട്ടുകൾ. ചിത്രരഞ്ജനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറ്റം കാഴ്ച. ഹരിപ്പാട് രമേശ് ചെന്നിത്തല കംഫർട്ടബിൾ ആണ് 7387. കായംകുളം M ലിജു 1327. ആറന്മുളയിൽ എബിൻ വർക്കി 3642. കോന്നിയിൽ വളരെ ഭൂരിപക്ഷം വളരെ നേർത്തതാണ് 144. അവിടെ എന്തും സംഭവിക്കാം. അടൂരിലും ഭൂരിപക്ഷം നേർത്തതാണ് 783. കരുനാഗപ്പള്ളി സേഫാണ്. പത്തനാപുരം 1453. ചടയമംഗലം UDFന് 2210 വോട്ട്. കുണ്ടറ, കൊല്ലം, വാമനപുരം, വട്ടിയൂർക്കാവ് K മുരളീധരൻ 652 വോട്ടുകളുടെ ലീഡ് പിടിക്കുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. 652 വോട്ടുകൾ. ആറന്മുള അബിൻ വർക്കി വൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. തീർച്ചയായിട്ടും അബിൻ വർക്കി മുന്നിൽ തന്നെ എന്നുള്ള വാർത്ത തന്നെയാണ്. 41 സീറ്റുകളിലാണ് LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. UDF 98ലേക്ക് വന്നിരിക്കുകയാണ്. 2 സീറ്റിന്റെ ദൂരം മാത്രമാണ് സെഞ്ചുറിക്ക്. അത് 98 സീറ്റിൽ UDF മുന്നോട്ട് നിൽക്കുന്നു. ഒരു സീറ്റിൽ മാത്രമാണ് NDA മുന്നോട്ട് നിൽക്കുന്നത്. ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് നേമത്താണ് NDA ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. പിണറായി വിജയൻ 4ാമത്തെ റൗണ്ടിലും പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് CPM കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. CPM-ന്റെ ഒരു കാലത്തും മാറ്റാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ തിരിച്ചടി നേരിടുമ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ.